ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. കടലക്കറി എന്ന് പറയുമ്പോൾ തേങ്ങ അരയ്ക്കാതെയും ചതയ്ക്കാതെയും അരയ്ക്കാതെയും ഉള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് പോലും വേണ്ട ഈ കടലക്കറി തയ്യാറാക്കാൻ. കുറുകിയ രീതിയിലുള്ളൊരു കടലക്കറിയാണ്. തനി നാടൻ കടലക്കറി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ എന്നുള്ളതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ എന്നുള്ളതിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് 2 സവോള നീളനെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറഞ്ഞ് അരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 സവോള നിർബന്ധമായി എടുക്കണം. നമുക്ക് ഒരു കറിക്കൊരു കുറുകുറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 സവാള എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളി ചേർത്തി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് അരിയാത്ത രീതിയിൽ ഒരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 10-15 ചെറിയുള്ളി എടുക്കുക. 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ എന്നളവിൽ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എന്നളവിൽ സാദാ മുളക് പൊടിയും 1/4 ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ എന്നളവിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് കറി നല്ല കുറുകിയ രീതിയിൽ കിട്ടിക്കോളും. 200 ഗ്രാം എന്നളവിൽ കടല കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം എന്നളവിൽ ഈ ഒരു പാത്രത്തിന് കടല എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെന്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്തി കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചതിന് ശേഷം വിസിലൊക്കെ ഇട്ടതിന് ശേഷം ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പക്ഷെ നല്ലപോലെ കടല വേവിച്ചെടുക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും കൂടാതെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതുപോലൊരു കയ്യിലെടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു കുറുകുറുപ്പ് ഉണ്ടായിരിക്കും. വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ ഉടച്ചെടുക്കുമ്പോൾ നല്ലൊരു കുറുകുറുപ്പായിരിക്കും. അപ്പോൾ കടല ഇതേപോലെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഡൈജഷൻ ആവാനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഇതേപോലെ വേവിച്ചെടുത്താൽ. ഈ കറി തയ്യാറാക്കാൻ 3 മിനിറ്റ് പോലും വേണ്ടെന്ന് പറയാൻ കാരണം ഇതാണ്. തേങ്ങ അരയ്ക്കണ്ട, നമുക്ക് താളിക്കണ്ട, ചതയ്ക്കണ്ട. അതുകൊണ്ടാണ് 3 മിനിറ്റ് പോലും നമുക്ക് ഈ കറി തയ്യാറാക്കാൻ വേണ്ട. ഇനി നമുക്ക് ഈ കടലക്കറി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.